മലയാള സിനിമയിൽ വീണ്ടും ട്രെൻഡ് മാറ്റം. സൂപ്പർ താരങ്ങളെ വെച്ച് പടമെടുക്കുന്ന രീതിയിൽ നിന്ന് പ്രമുഖ താരങ്ങളുടെ ലോ ബജറ്റ് സിനിമയിലേക്ക് നവാഗത നിർമ്മാതാക്കൾ. ഇക്കൊല്ലം കളക്ഷനിൽ ആദ്യ 10 ഇടം പിടിച്ച ചിത്രങ്ങളിൽ സൂപ്പർ താരങ്ങളുടേത് പകുതി മാത്രം. മുൻനിര താരങ്ങൾ സ്വന്തം പ്രൊഡക്ഷനിലേക്ക് മാറുന്നതും ചെലവ് കുത്തനെ കൂടുന്നതുമാണ് പുതിയ പരീക്ഷണത്തിന് കാരണം. ഇരുചക്ര ഇലക്ട്രിക് വാഹനങ്ങളിൽ മുമ്പനായിരുന്ന ഒല ഇലക്ട്രിക്കിന് പലവിധ പരിക്കുകൾ. ഒക്ടോബർ വിൽപ്പനയിൽ 4ാം സ്ഥാനം മാത്രം. ഓഹരി വില തുടരൻ തകർച്ചയിൽ. ഗോവയിൽ വിൽപ്പന നിരോധനം. ജീവനക്കാരുമായി പ്രശ്നങ്ങൾ. ആഫ്റ്റർ സെയിൽസ് പരാതികൾ. തിരിച്ചുവരവ് സാധ്യമാണോ? പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ നിയമവിരുദ്ധ വ്യാപാര ചുങ്കം റദ്ദാക്കണമെന്ന പരാതി US സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കും. പരാതിക്കാർക്ക് അനുകൂലമായി കോടതി നിലപാടെടുത്താൽ ട്രംപിന് വലിയ തിരിച്ചടി. അടിയന്തര സാമ്പത്തികാധികാര നിയമം ഉപയോഗിച്ചത് തർക്കവിഷയം. ധനം ബിസിനസ് മീഡിയയുടെ ആഭിമുഖ്യത്തിലുള്ള 8ാമത് BFSI സമ്മിറ്റ് ബുധനാഴ്ച കൊച്ചി ലേ മെറിഡിയനിൽ. ബാങ്കിംഗ്, ധനകാര്യ സേവന, ഇൻഷുറൻസ് മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. ഉദ്ഘാടനം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് MDയും CEOയുമായ സുന്ദരരാമൻ രാമമൂർത്തി. അവാർഡ് നിശയിൽ റിസർവ് ബാങ്ക് മുൻ ഡെപ്യൂട്ടി ഗവർണർ രാജേശ്വർ റാവു മുഖ്യാതിഥിയായി പങ്കെടുത്ത് ധനം BFSI അവാർഡുകൾ വിതരണം ചെയ്യും. ഓഹരി വിപണിയിൽ ഈ ആഴ്ച കൂടുതൽ IPOകൾ. 11,000 കോടിയോളം രൂപയുടെ 6 പ്രാരംഭ വിൽപ്പനയാണ് നടക്കുക. ഗ്രോ, പൈൻ ലാബ്സ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.